ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ വീക്ക് 2 ആണിത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ വെട്ടി നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. നോക്കി, എൻ്റെ മുടി ഇപ്പം ആകെ ഇത്രയേ ഉള്ളൂ, ഇത്ര ഉണ്ടായിരുന്ന മുടിയായിരുന്നു. അപ്പം ഇപ്പം ലെങ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്നല്ലോ, സ്മൂത്തനിങ് ചെയ്തിട്ട്. അപ്പോൾ ആ ഹെയറൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ലെങ്ത് എടുത്ത് വെക്കണം. എന്നിട്ടാണ് നമ്മൾ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കുറേ എനിക്ക് തോന്നുന്നു ഒരു 3 months ഒക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലെങ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം നല്ല ഹെയർ ഗ്രോത്ത് വന്നിട്ടുണ്ടോ അല്ലയോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ എൻ്റെ ഹെയർ എന്ന് വെച്ചാൽ കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഉണ്ടാവത്തില്ല. ഒരു സ്ട്രെയിറ്റ് ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. പക്ഷെ എൻ്റെ ഹെയർ ഇങ്ങനെ കയറി പോകുന്നതുകൊണ്ട് മനസ്സിലാവില്ല. ബട്ട് എനിവേ നമുക്ക് ഇനിയിപ്പം ലെങ്ത് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടി. എന്നാലും എൻ്റെ കറക്റ്റ് ഹെയറിൻ്റെ ലെങ്ത് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുടീൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ ഫസ്റ്റ് കറക്റ്റ് നടുവിലത്തെ ഒരു മാർജിൻ എടുത്തതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ലെങ്ത് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, എത്രയുണ്ട് നോക്കാൻ പാടുള്ളൂ. കാരണം അഥവാ നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മൾ ലെങ്ത് എടുക്കുമ്പോൾ നമുക്ക് ഇപ്പം ഇവിടെയാണ് എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ഥലം കിട്ടില്ല. അപ്പം നമുക്ക് ലെങ്ത് ഒക്കെ എന്താ പറയുക എടുക്കുമ്പോൾ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ഈ മൂക്കിൻ്റെ പൊസിഷൻ ഇല്ലേ അതിൽ കറക്റ്റ് നേരെയാക്കിയിട്ട് മാർജിൻ എടുക്കുക. ഞാൻ നല്ലോണം ചീകിയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ഭാഗത്തുള്ള മുടി, ഈ ഭാഗത്തുള്ള മുടി ഞാൻ എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് പകുതിക്ക് വെച്ച് കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് കാണാം ചെറിയ ഹെയർ ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രണ്ടിലത്തെ പോർഷൻ എടുക്കാണ്ട് നടുവിലത്തെ ഒരു പോർഷൻ എടുക്കുന്നത്. അപ്പം നിങ്ങളും ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ലെങ്ത് ഉള്ള മുടി ഉണ്ടാവുമല്ലോ, ആ മുടി വെച്ചിട്ട് ലെങ്ത് ടെസ്റ്റ് ചെയ്യുക. എനിക്കിപ്പോൾ മെഷറിങ് ടേപ്പ് ഒന്നും ഇല്ല, അത് കാരണം ഞാൻ സ്കെയിൽ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. എൻ്റെ മുടിയാണെങ്കിൽ വലിയ ലെങ്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ ധാരാളം. അപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, $17 സെന്റിമീറ്റർ ആണ് എൻ്റെ മുടീൻ്റെ ലെങ്ത് വരുന്നത്. 17 അല്ല, 17 + 25 എത്ര വരും? ടോട്ടൽ 42 സെന്റിമീറ്റർ വരുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ ആയത്. അപ്പം 25 ഇതിൻ്റെ മാക്സിമം ലെങ്ത് വന്നിട്ടുള്ളത്. അപ്പം പിന്നെ 17 കിട്ടിയിട്ടുള്ളത്. അപ്പം 25 + 17 42 സെന്റിമീറ്റർ ആണ് എൻ്റെ മുടിയുടെ ലെങ്ത് വന്നിട്ടുള്ളത്. ഇതിലും നല്ല വലിയ മുടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല മെഷറിംഗ് ടേപ്പ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. എനിക്ക് ചെറിയ മുടി ആയതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഹെയർ കെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഹെയർ മസാജ് ആൻഡ് ഹെയർ ഓയിലിംഗ് ടെക്നിക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഹെയർ ഗ്രോത്തിന് മെയിനായിട്ട് വേണ്ട സംഭവമാണ് മസാജ്. ഈ മസാജ് ഇല്ലെങ്കിൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടില്ല. പിന്നെ നമ്മളുടെ എന്തൊക്കെ തേച്ച് കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അബ്സോർബ് ചെയ്ത് ഉള്ളിലെടുത്താലേ ഹെയർ ഗ്രോത്ത് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ സ്റ്റിമുലസ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാൻ കാരണം എന്താ വെച്ചാൽ ഇനി വരാൻ പോകുന്ന ഓരോ വീക്കിലും ഓരോരോ പാക്കും സംഭവങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യും. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാത്തിലും മിക്കതും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹെയർ ഓയിലിംഗ് ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പാക്കും സംഭവങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ അത് റിമൂവ് ചെയ്തും കളയുന്ന മെത്തേഡൊക്കെ കാണിച്ചു തരും. അതിങ്ങനെ കംപ്ലീറ്റ്ലി അടുത്ത് ഓരോ വീക്കിൽ റിമൂവ് ചെയ്യാം, നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ റിമൂവ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം, അതൊക്കെ കാണിച്ചു തരും. പക്ഷേ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത് കൊണ്ടാണ്. അപ്പം നമുക്ക് ഇത് നല്ല വൃത്തിക്ക് പഠിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ വേണ്ടത് 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, നമ്മൾ തേക്കുന്ന ഹെയർ ഓയിൽ. അതിപ്പം കാച്ചിയ വെളിച്ചെണ്ണ ആവാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ ആവാം, ആൽമണ്ട് ഓയിൽ ആവാം. എന്ത് ഓയിലാണെങ്കിലും നിങ്ങൾ തലയിൽ എന്ത് ഓയിലാണോ തേക്കുന്നത് അത് നമ്മൾ എടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ വേണ്ടതാണ് വിറ്റമിൻ ഇ ടാബ്ലറ്റ്. അതിപ്പം നോർമലി എല്ലാ ഫാർമസിയിലും നമുക്ക് കിട്ടും. പിന്നെ ഇത് എല്ലാവരും യൂസ് ചെയ്യുന്ന, ഈ ഇടയായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ ഇടയായിട്ടല്ല, എനിക്ക് തോന്നുന്നൊരു
കോവിഡ് ടൈം മുതലായിട്ടാണെന്ന് തോന്നുന്നു ഇത് ഭയങ്കര ഫേമസ് ആയി തുടങ്ങിയത്. അത് ഫേസിൽ അപ്ലൈ ചെയ്യുക. കാരണം ഇതിന് കുറേ ഗുണങ്ങളുണ്ട്. നമ്മളെ ഹെയർ നല്ല സ്ട്രെങ്തൻ ചെയ്യാനും ഹെയർ ഗ്രോത്ത് സ്റ്റിമുലസ് ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മളുടെ ഫേസ് നല്ലോണം ബ്രൈറ്റ് ആക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബോഡിയിൽ വർക്ക് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ഓൾറെഡി ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇതൊക്കെ ആ ഒരു ടൈമിൽ ഞാൻ ഇത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്കത് വർക്കായില്ലെങ്കിൽ ഞാൻ ഇതൊരിക്കലും റീസ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കില്ലല്ലോ. അപ്പോൾ അതാണ് എനിക്കാണെങ്കിൽ മുന്നേ ഉള്ള പിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വേറെ ഫോണിലാണുള്ളത്. അതൊക്കെ ഞാൻ ഒരിക്കലും തപ്പിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ഞാൻ അത് ചെയ്യുന്നതിന് മുന്നേയും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡിഫറൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം എൻ്റെ പുതിയ ഫോൺ ആയതുകൊണ്ട് തന്നെ ഫോട്ടോസ് ഒന്നും ഇതിലില്ല. പെൻഡ്രൈവിലൊക്കെയാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അത് ആദ്യം തപ്പി എടുത്തിട്ട് വേണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് വീക്കിൽ നോക്കട്ടെ. അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്കൊക്കെ ഞാൻ ഉറപ്പായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. ഗൈസ്, ഒരബദ്ധം പറ്റി. ഞാൻ ഇതിനകത്ത് വിറ്റമിനിൻ്റെ ഗുളിക ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ ഓൺ ചെയ്തോ അല്ലെങ്കിൽ ഓൺ ആവാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ അത് ഷൂട്ടായിട്ടില്ല. അപ്പം ഞാൻ എങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പം എൻ്റെ മുടീൻ്റെ ലെങ്തിനനുസരിച്ചാണ്, അതായത് ഒരു ടാബ്ലറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ മുന്നേ ഉള്ള വീഡിയോസ്, അതായത് മുന്നേ ഉള്ള ടൈമിൽ ഞാൻ ഇത് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഇത്ര മുടിയും അതേപോലെ നല്ല തിക്നെസ് ആയിരുന്നു ചുരുണ്ട മുടിയായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ടാബ്ലറ്റ് എടുത്തിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ടാബ്ലറ്റ് എടുക്കുക. അതിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ ഒരു പിന്ന് വെച്ചിട്ട് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഒഴിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇത് ജസ്റ്റ് ചൂടാക്കിയിട്ടുണ്ട്. അതായത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചൂടാക്കിയിട്ട് ഇത് നമുക്ക് തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടാണ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ ഓരോ സെക്ഷൻ പാർട്ടീഷനായി എടുത്ത് അവിടെ റൂട്ടിൽ അപ്ലൈ ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന കുറച്ച് ഓയിലാണ് കയ്യിലിരിക്കുന്നത്. അപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് ഓയിൽ മസാജിങ്. ഫസ്റ്റ് ചെയ്യേണ്ടത് 5 മിനിറ്റാണ് ടോട്ടലി നമ്മൾ മസാജ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ താഴോട്ടേക്ക് മുടി ഇട്ടിട്ട് ബാക്ക് കൂടെ ഇങ്ങനെ സ്ലോലി മസാജ് ചെയ്യുന്നതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊരു 3 മിനിറ്റ്സ് ആണ് ഞാൻ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞ് നേരെ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യില്ലേ, ഇങ്ങനെ മസാജ് ചെയ്യുക. അതൊരു 2 മിനിറ്റ്സ്. അപ്പോൾ ടോട്ടൽ 5 മിനിറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്ന മസാജിന്. ഇത് ടോട്ടൽ 5 മിനിറ്റ്സ് തന്നെ എടുക്കണം. എന്നാലേ മെല്ലെ മെല്ലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ചെറിയ ഹെയർ ഗ്രോത്ത് വരുന്നത്. അതായത് നമ്മൾ പുതിയ മുടി നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്. ചെറിയതായിട്ട് ചെറിയ പൊട്ടി മുളച്ച് വരികയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള സ്ട്രെങ്ത് ആയിട്ടുള്ള ഹെയർ ഒക്കെ നമുക്ക് നല്ലോണം ഗ്രോവും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. അതിന് കുറച്ച് ടൈം എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റ് നമ്മൾ പൊട്ടിച്ചിടുന്നതൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മൾ ബാക്കിൽ നല്ലോണം മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 2 മിനിറ്റ്സ് നമ്മൾ ഫ്രണ്ടിലാണ് മസാജ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കേട്ടോ പോവുക മസാജ്.
നമ്മളുടെ മസാജിങ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടോട്ടൽ 5 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഞാൻ സാധാരണ ഈ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യും. അതിൽ പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കും, എഴുതാനുണ്ടെങ്കിൽ എഴുതും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും, എഡിറ്റിങ് ചെയ്യും. അങ്ങനെ ഞാനൊരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇത് വെച്ച് ഇരിക്കാറുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരാൾ ഓയിൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെ കറക്റ്റായിട്ട് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നീരിറങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാക്സിമം ഇരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഹെയർ വാഷ് ചെയ്യുക. അതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന് ഒരു സ്കാൽപ്പിന് കുറച്ച് നേരം റിലാക്സ് ആവാൻ വേണ്ടി ടൈം കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ മസാജ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ തേച്ചിരിക്കുന്ന ഓയിലൊക്കെ ഒന്ന് ഇറങ്ങി പിടിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഹെയർ ഓയിൽ മൊത്തം നമ്മുടെ തലേന്ന് കഴുകി കളയാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടൈം കൊടുക്കുന്നതാണ്. ഞാൻ മുന്നേ തന്നെ കുറേ കാലം ഇങ്ങനെ ശീലിച്ചത് കൊണ്ട് തന്നെ എനിക്ക് തലവേദനയോ കാര്യങ്ങളോ ഒന്നും എടുക്കാറില്ല. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് മൈഗ്രെയിൻ ഉള്ള ഒരാളാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കുറേ നേരം ഇരുന്നിട്ട് വന്നിട്ടില്ല. അത് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. പെട്ടെന്ന് എന്തെങ്കിലും കാര്യം കിട്ടിയിട്ടുണ്ട്, തലവേദനയും നീരിറക്കവും പനിയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ അലർജി ഒക്കെ ഉള്ള ആളാണെങ്കിൽ കുറേ നേരം തണുത്ത ഓയിൽ നല്ല തണുപ്പാണല്ലോ, അതുകൊണ്ട് തന്നെ കുറേ നേരം വെച്ചിരിക്കാനൊന്നും പറ്റണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയാം. പക്ഷെ ഞാൻ കുറേ നേരം ഇരിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ സെക്കൻഡ് വീക്ക് ഇതോടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് പാർട്ട് 2, വീഡിയോയുടെ പാർട്ട് 2. പിന്നെ മുന്നേ കണ്ടവരാണെങ്കിൽ പോയിട്ട് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ലിങ്ക്. അപ്പം അതൊന്ന് പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക, വീക്ക് 1ന്റെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ഹെയറിന് കുറച്ചായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി. പിന്നെയാണ് നമ്മൾ വലിയ പാക്കിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ ഹെയറിന് കുറച്ച് മസാജും ആ ഹെയറിന് പ്രിപ്പയർ ചെയ്യണമല്ലോ ഇതിനൊക്കെ വേണ്ടിയിട്ട്, ഇതൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പാണ് ഇപ്പം നടന്നുകൊടുക്കുന്നത് 1st 2nd വീക്കായിട്ട്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ.